എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് ഏറ്റവും പുതിയ 2024 മോഡൽ ഡിയോ 125 ആണ് ഹോണ്ടയുടെ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ നിലവിലെ 2024 വന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റൈഡിംഗ് വീഡിയോസ് ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതേ റൈഡിംഗ് വീഡിയോ തന്നെയാണ്. എന്നാൽ ചെറിയൊരു മാറ്റം ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് രണ്ടാമത് ആ കയറ്റം നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പുള്ളിങ് കുറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ് 2024 മോഡൽ ഡിയോ 125 എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സ്പെക്കിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹോണ്ട കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം 2024 മോഡലിൻ്റെ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചേസ് നമ്പറാണ്. ചേസ് നമ്പറിൻ്റെ എൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നമുക്ക് കാണാം. 19/1/2024 മാനുഫാക്ചർ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ 24 മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്. നമ്മൾ ഡിസൈൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. ബാക്കിലോട്ട് നമുക്ക് ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലോട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്യുവൽ ഹോളുള്ള സൈലൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സിൽവർ കളർ ഒരു കോട്ടിങ് കൂടി വരുന്ന പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വന്നിട്ടുണ്ട്. നമുക്ക് അലോയ് വീലുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഡിയോ 125 3D എംബ്ലം ആണ് കിട്ടുന്നത്. നേരത്തെ വന്ന വണ്ടിയിൽ നമുക്ക് 3D എംബ്ലം ഉണ്ടായിരുന്നു. ഈ ഒരു ഡിയോ 125 കുറേ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് കളർ വേരിയൻറ്റ് ഒരു 3-4 കളർ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റിക്കർ വരുന്ന മോഡലും ഉണ്ട്, അതുപോലെ 3D എംബ്ലം വരുന്ന മോഡലാണ്. 3D എംബ്ലം വരുന്ന മോഡലിന് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വണ്ടിയായിരിക്കും, സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ E20 എന്നുള്ള സ്റ്റിക്കറോടെ കൊടുത്തിട്ടുണ്ട്. പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന മോഡലിലൂടെയാണ് നമ്മുടെ ഇരിക്കുന്ന ഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് PS ബ്ലൂ കളറാണ്. കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഷോയാണ് ഈ ഒരു മോഡൽ വണ്ടി കാണാനായിട്ട്. അത് നമുക്ക് ബ്ലാക്ക് ബ്ലൂ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഏക കാര്യത്തിൽ നമുക്കിതിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഹോണ്ടയുടെ ടെക്നോളജി ആയിട്ടുള്ള കോമ്പി ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു മോഡലിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സൈഡ് സ്റ്റാൻഡിൽ സെൻസർ ഉള്ളതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവില്ല. കാരണം നമുക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സൈഡ് സ്റ്റാൻഡ് വാണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും മീറ്ററിൽ. അത് നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡ് തട്ടിയിട്ട് സെൽഫ് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. സൈലൻറ്റ് സ്റ്റാർട്ട് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം അങ്ങനൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതായത് മോട്ടോർ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രൂ എന്നൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള വണ്ടികൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡൽക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം സൈലൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കത്തിരിക്കുന്നതിൻ്റെ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റമാണ്. അതിൻ്റെ ഒരു ഇത് കാണിച്ചാൽ നേരത്തെ ഉള്ള വണ്ടിയിൽ നേരത്തെ ഉള്ള വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു മോഡലിൽ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നല്ല കൺട്രോൾ റോഡിൽ കൂടെയാണ് നമ്മൾ ഓടിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ളൊരു ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ നമുക്കറിയാം, നോക്കണം. ഏറ്റവുമൊക്കെ നല്ല പുട്ടുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പോരായ്മ എന്ന് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്ക് മോഡൽ, അതായത് ഇതിൻ്റെ H സ്മാർട്ട് മോഡലിൽ മാത്രമാണ് നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിൽ ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക് ബ്രേക്കും ആ ഒരു സ്മാർട്ട് കീയുമാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും DLX തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത്. മീറ്ററും LED ലൈറ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ കാണുന്നവരെ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു പകുതി കൊണ്ട് നിർത്തി ഞാൻ ബാക്ക് വശം കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ഇറക്കമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മിന്നുന്ന കാണാം. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വലിച്ച് കയറ്റി നോക്കാം. പുല്ല് പോലെ കയറി പോകുന്നുണ്ട്. ഒരു സ്ക്രീനും ഇല്ല. വണ്ടി അത്ര ഇതിൽ തന്നെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റർ തന്നെ അറിയാം, അത്രയും സെറ്റപ്പായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ടൊരു എഞ്ചിനോടാണ് നമ്മുടെ ഈ 125 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റൈഡിങ് ഫീൽ, റൈഡിങ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ
സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ വണ്ടികളിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൗണ്ടുള്ള ഒരു സ്കൂട്ടറാണ് ഡിയോ 125 എന്ന് പറയുന്നത്. ഇതിന് അങ്ങനെ വലിവിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു സ്പീനും ഇല്ല, വളരെ പുട്ടുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. പിന്നെ 24 മോഡലിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഒരു മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു മോഡലിൽ. ഒരു മോഡൽ തന്നെ ഹോണ്ടയുടെ നമ്മുടെ ഇപ്പോൾ 24 മോഡൽ കിട്ടുന്ന ഒരു വണ്ടിയിലും ഒരു മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലും ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നിങ്ങളെ ജസ്റ്റ് ഈ ഒരു മോഡലും നമുക്ക് വന്നിട്ടുണ്ട്, അതായത് 2024 മോഡൽ നമ്മുടെ വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. വലിയ വ്യത്യാസം നല്ല വ്യത്യാസമേ വന്നിട്ടില്ല. അപ്പം ഇതും നല്ലൊരു കാറ്റമാണ്. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ട് എടുത്ത് കാണിച്ചാൽ, കാരണം മുമ്പേ കണ്ടതിനെക്കാളും കുറച്ചുകൂടെ വലിയൊരു കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം ഇത് ഇപ്പം വണ്ടി ഓഫ് ആയിട്ടുണ്ട്. നമ്മൾ 2 പേരാണ് വണ്ടിയിൽ ഓടിക്കുന്നത്, അതായത് നമ്മുടെ പുറകിലൊരു പില്ലിനോടുണ്ട്. ആ പില്ലിനോട് വെച്ചിട്ടാണ് ഇത് ഇത്രയും സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് നൈസായിട്ട് പൊങ്ങി പോകുന്നുണ്ട്, അത്രയും പേര് കയറ്റമാണ്. സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്, അങ്ങനെ ഒരു സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല കയറ്റത്തോ അല്ലെങ്കിൽ നല്ല ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്ന അതിൽ കണ്ണും കൂട്ടി ഈ വണ്ടി എടുക്കുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പുള്ളിങ്ങിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. വളരെ പക്കായിട്ട് തന്നെ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൂടാതെ പറയാനുള്ളത്, പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ വണ്ടിക്ക് ഇപ്പം നിലവിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഹോണ്ടയുടെ ഇപ്പം നിലവിൽ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടൊരു മോഡലാണ് ഈ ഡിയോ 125 എന്ന് പറയുന്നത്. ആദ്യം ഇറങ്ങിയ സമയത്ത് ചെറിയൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പഴയ ഒരു ഹോണ്ടയുടെ ഗ്രാസിയ എന്ന് പറയുന്ന മോഡലിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ബാക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ വാലിഫിന് സിനിമയ്ക്ക് സംഭവിച്ച പോലെ തന്നെ ആദ്യം ഒരു നെഗറ്റീവ് റിവ്യൂ ഇതിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് പോയ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഈ വണ്ടി കൂടുതൽ ഹിറ്റായിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടൊരു വാഹനമാണ്. കാരണം ഇപ്പോൾ ഇതിന് ബുക്കിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ വണ്ടി നമ്മുടെ ഈ 2024 മോഡലായാലും ബുക്കിങ്ങിനനുസരിച്ചാണ് വണ്ടി സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പറഞ്ഞുതരാം. 2024 മോഡലിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രൈസിങ്ങിന്റെ കാര്യത്തിലും ഒരു ചേഞ്ചസും വന്നിട്ടില്ല. നേരത്തെ 23 നമുക്ക് ലാസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന സെയിം പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് 24 മോഡലിലും ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 1,12,000 തൊട്ട് 1,20,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഇതിന്റെ ഒരു സ്മാർട്ട് വേരിയന്റിന്. അതായത് നമ്മൾ നോർമലിൽ ഉള്ള വണ്ടിക്ക് 12,000 രൂപ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 1,20,000 രൂപ വരെയാണ് നമ്മുടെ ഇതിന്റെ സ്മാർട്ട് വേരിയന്റിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ സ്മാർട്ട് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ സ്മാർട്ട് കീയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലിലാണ്. സ്റ്റാൻഡേർഡ് മോഡലിൽ നമുക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഡിസ്ക് ബ്രേക്ക് പോലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ വരുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ വേരിയന്റ് നോക്കുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ നെഗറ്റീവായിട്ട് എടുക്കണ്ട. കാരണം ഇതിൻ്റെ ഡിസ്ക് വരുന്ന മോഡലും ഉണ്ട്, നോർമൽ മോഡലും ഉണ്ട്. അപ്പം ഇതൊന്നും അത്ര വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ ഈ വണ്ടിക്ക് 2 വേരിയന്റ് നമുക്ക് ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. ആ ടോപ്പ് മോഡലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മോഡലിലും നമുക്ക് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്കിതിൽ കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡിസ്ക് ബ്രേക്ക് കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. കാരണം കൂടുതൽ ആൾക്കാരും സ്മാർട്ട് പ്രിഫർ ചെയ്യാതെ നോർമൽ സ്റ്റാൻഡേർഡ് വണ്ടി നോക്കുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹോണ്ടയുടെ കോംബി ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്ന ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്ന അതേ കംഫോർട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് മോഡലിലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ മീറ്ററിനകത്ത് ഡിയോയുടെ 125ൻ്റെ മീറ്ററിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ബ്ലൂടൂത്ത്, മെസ്സേജ്, അതുപോലെ കോളിൻ്റെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ അടുത്തൊരു ജനറേഷൻ വണ്ടിയിൽ അപ്പോൾ നമുക്ക് ഇതിൽ ആക്ടിവേഷൻ അല്ല. അപ്പോൾ അടുത്തൊരു ജനറേഷൻ വണ്ടിയിൽ മേ ബി ചിലപ്പോൾ ഇത് ആക്ടിവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു പ്രത്യേക ഒരു ചിപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഹോണ്ടയ്ക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലായിരിക്കും. ചിലപ്പോൾ നമുക്ക് അടുത്ത വരുന്ന ജനറേഷൻ ഡിയോ 125ൽ നമുക്ക് മേ ബി പ്രതീക്ഷിക്കാം. നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിയോ 125 ഉള്ളവരൊന്ന് ദയവായി ചെക്ക് ചെയ്യുക. അപ്പം കോളിൻ്റെ, മെസ്സേജിൻ്റെ, ബ്ലൂടൂത്തിൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മോഡലല്ല, നേരത്തെ വരുന്ന മോഡലിലും ഈ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ മേ ബി അടുത്തൊരു ജനറേഷൻ മോഡലിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം ഇത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പക്ഷെ നമുക്ക് നിലവിൽ ഇത് ആക്ടിവേഷൻ അല്ല. മേ ബി ഇതൊരിക്കലും ഒരു അപ്ഡേഷനോട് ആക്ടിവേഷൻ ചെയ്യാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ചിലപ്പം ഉണ്ടാവുന്നതാണ്.
അപ്പം കൂട്ടുകാരെ, ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. 2024 മോഡൽ ഏത് വണ്ടിയായാലും, ഹോണ്ടയുടെ ഏത് വണ്ടിയായാലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ബൈ.